വന്ദനം പ്രകൃതി സ്നേഹികളെ, ഇന്ന് നമ്മളൊരു സാഹസത്തിനൊരുങ്ങുകയാണ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ മീൻകുളം. പണ്ടിത് ഗ്യാസ് ഉണ്ടാക്കിയിരുന്ന ബയോഗ്യാസ് പ്ലാന്റ് ആയിരുന്നു. ഇപ്പോൾ ഇത് മീനുകളുടെ റിസോർട്ടാണ്. ഇതിൻ്റെ സൈഡിൽ നിൽക്കുന്നതാണ് സപ്പോട്ട മരം അല്ലെങ്കിൽ ചിക്കുമരം. 2 ആഴ്ച മുന്നേ വരെ നിറയെ കായായിരുന്നു. ഡെയിലി 3-4 വെച്ച് കിട്ടുമായിരുന്നു. ഇപ്പോഴും കിട്ടുന്നുണ്ട് 1-2 വെച്ച്. ഇതിൻ്റെ കെയറിങ്ങും വളവും മറ്റ് വിശേഷങ്ങളും ഒക്കെ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിന്ന് ഈ മീൻ കുളം പറ്റിച്ച് മീനുകളെ പുറത്തെടുക്കാം. മോട്ടറൊക്കെ സെറ്റ് ചെയ്തു, വെള്ളമൊക്കെ പമ്പ് ചെയ്ത് കളയുകയാണ്. വെള്ളം വറ്റി തുടങ്ങി. ഓക്കേ, ചെളിവെള്ളം വന്ന് തുടങ്ങി. അപ്പം മീൻ കിട്ടും. കുറേ മീനുകളുണ്ടല്ലോ, പെടപെടാന്ന് പിടയ്ക്കുന്നു. ഇതെന്താ, എല്ലാം കല്ലുമുട്ടി മീനാണല്ലോ, വരാലുകളൊന്നും ഇല്ലല്ലോ. 1 വർഷം മുന്നേ ഏകദേശം 200ഓളം മീൻ കുഞ്ഞുങ്ങളെയാണ് ആചാരപരമായി ഇതിൽ നിക്ഷേപിച്ചത്. അതിൽ വരാലും കല്ലുമുട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. വലിയൊരു സംഘമായിരുന്നു. ഇത് അത്രയും ഇല്ലല്ലോ. വരാലിലെ വാല് പോലും കാണുന്നില്ല. വരാലുകളൊക്കെ എവിടെ? കാണുന്നില്ലല്ലോ ഒന്നിനെയും. അതാണ്ടോ ഒരു മുട്ടനൊരു കല്ലേമുട്ടി. ചിലർ കല്ലേമുട്ടി പറയും, ചിലർ കരട്ടി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്തോ ഇതിനെ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻകുളത്തിൽ കണ്ടില്ലേ ഒരു കുടുക്കപ്പായൽ, അത് പിന്നെ അസോള പായലും. ഇത് രണ്ടുമാണ് ഇവരുടെ മെയിൻ ഫുഡ്. പിന്നെ മീൻ തീറ്റയുണ്ട്. ഈ കുടുക്കയും അസോള പായലും രണ്ടും ഹൈ പ്രോട്ടീൻ ഫുഡാണ്. ഇടയ്ക്കിടെ ഞങ്ങൾ ചൂണ്ടയിട്ട് പിടിക്കുമ്പോഴൊക്കെ വരാൽ ഫാമിലി ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഒന്നും കിട്ടിയില്ല, ഒരു വരാൽ പോലും ഇല്ല. അപ്പോൾ അത്രേ ഉള്ളായിരുന്നു. ബാക്കി എല്ലാവരും എവിടെ പോയി? ഇനിയും നമുക്കിതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്താലേ ഇതിൻ്റെ ആ ചേറും ആ വഴവഴപ്പും ഒക്കെ പോകത്തുള്ളൂ. അതിൻ്റെ മുന്നേ നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ മീൻ, നമ്മൾ കണ്ട മീനില്ലേ, അതിനെ ഒന്ന് തൂക്കി നോക്കിയാലോ? ഒരാകാംക്ഷ. നമുക്കൊന്ന് തൂക്കി നോക്കാം. അങ്ങനെ മീനിനെ കവർന്നിട്ടും തൂക്കി നോക്കാൻ പോവാണ്. തൂക്കി നോക്കിയപ്പോൾ ഏകദേശം എത്ര വരും നോക്കാം. ഒരു 325 ഗ്രാം ഉണ്ട്. കുഴപ്പമില്ല, എന്നാലും വരാലുകൾ ഞങ്ങളെ പറ്റിച്ചല്ലോ. അടുത്തതായി നമ്മുടെ ഇനി ക്ലീനിങ് പ്രോസസ്സാണ്. ഇനിയും ക്ലീനിങ് നടക്കട്ടെ. എന്തായാലും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് തൂക്കി നോക്കിയപ്പോൾ ആകെ കിട്ടിയത് 9 കിലോ മീനാണ്. അതിൽ 7 കിലോ നല്ല അടാർ കരട്ടികളും ബാക്കി വന്ന 2 കിലോ കുഞ്ഞു മീനുകളുമാണ്. അടുത്ത കൊല്ലമെങ്കിലും ഇതിൽ നിന്ന് കൂടുതൽ മീനുകളെ ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മീൻപിടുത്തം അവസാനിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെയാ,
ഈ കല്ലേമുട്ടി മീനിൻ്റെ കറിയും കൂട്ടി ഒരു പിടി പിടിക്കണ്ടേ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.